ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ തുടർ നടപടി ആലോചിക്കാൻ ഉന്നതതല യോഗം ചേരുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ ധനമന്ത്രിയും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരുടെ പേര് പുറത്തുവിടാൻ മടിച്ച് സർക്കാർ. ക്ഷേമ പെൻഷൻ പട്ടികയിൽ അനർഹരെ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നേക്കും. പാർട്ടി സമ്മേളനങ്ങൾക്കിടെ CPM-ൽ വിഭാഗീയത ശക്തമാകുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ പരസ്യ പ്രതിഷേധമുയർത്തിയവർക്കെതിരെ നടപടിയുണ്ടായേക്കും. MV ഗോവിന്ദൻ കൊല്ലത്ത്. അമ്പലപ്പുഴ ഏരിയ സമ്മേളന ഉദ്ഘാടനത്തിന് G സുധാകരന് ക്ഷണമില്ല. ആലപ്പുഴയിലെ CPM നേതാവ് ബിപിൻ സി ബാബു BJP-യിൽ. K സുരേന്ദ്രനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. CPM വർഗീയ ശക്തികളുടെ പിടിയിലെന്ന് ബിപിൻ. ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ CPM നേതാക്കൾ BJP-യിൽ ചേരുമെന്ന് സുരേന്ദ്രൻ. ചില മാലിന്യങ്ങൾ പോകുമ്പോൾ നല്ല ശുദ്ധജലം പാർട്ടിയിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഈ വരവ്. ഇതൊരു തുടക്കം മാത്രമാണ്. കോട്ടയത്തെ പണിതീരാത്ത ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു കളയണമെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. അടിസ്ഥാന തൂണുകൾ ഒഴികെ ബാക്കിയെല്ലാം തുരുമ്പെടുത്തു. ഊരാളുങ്കലിനെ നിർമ്മാണം ഏൽപ്പിക്കാത്തതിനാൽ ആകാശപാതയെ സർക്കാർ അവഗണിച്ചെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പതിനഞ്ച് മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇതിൽ 11 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് സാലറി ഇട്ടായിരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഡിപ്രഷനിലായിരുന്നു ശമ്പളം കിട്ടാത്തതിൻ്റെ. നമുക്ക് ശമ്പളം കിട്ടലെന്നാണ് ഇല്ല. യാദർശികമായിട്ട് എല്ലാവരും ഇതിന്റെ വക്കിലെത്തിക്കാണ്. ശമ്പളം കിട്ടാതെ ട്രാക്കോ കേബിൾ ജീവനക്കാരൻ ഉണ്ണി ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. കമ്പനി MD-യെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തിൽ ശമ്പളം മുടങ്ങിയിട്ട് 11 മാസം. 245 കോടി നഷ്ടത്തിലാണ് കമ്പനിയെന്ന് മന്ത്രി P. രാജീവ്. പെഞ്ചാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക്. വൈകിട്ട് കര തൊടും. ചെന്നൈയിൽ നിന്നുള്ള 20 വിമാനങ്ങൾ റദ്ദാക്കി. വിമാനത്താവളം 7 മണി വരെ അടച്ചിടും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ. I'm very happy to be back here and ready to start working and do whatever I can to help the people of Wayanad to have a better future. വയനാട്ടിലെ വോട്ടർമാരോട് നന്ദി പറഞ്ഞ് പ്രിയങ്കയും രാഹുലും. കോഴിക്കോട് മുക്കത്ത് പൊതുസമ്മേളനം. മലപ്പുറത്തും രാഹുലും പ്രിയങ്കയും എത്തും. ഷിൻഡെ നാട്ടിലേക്ക് മടങ്ങിയതോടെ മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണ ചർച്ചകൾ തുലാസിൽ. മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നു. പരിഹാസവുമായി ഉദ്ധവ് ശിവസേന. വൻ ഭൂരിപക്ഷം കിട്ടി 8 ദിവസമായിട്ടും മുഖ്യമന്ത്രി എവിടെയെന്ന് സഞ്ജയ് റൌത്ത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ അടുത്ത നടപടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. ധനമന്ത്രിയും തദ്ദേശ ഭരണ മന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, സർക്കാർ ജീവനക്കാർ തുടരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആ ജീവനക്കാർ ആരാണെന്ന്. പക്ഷേ ഇതുവരെ സർക്കാർ ഈ വിവരം പുറത്തുവിട്ടിട്ടില്ല. ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട എന്താണ്? ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും? മഞ്ജുഷ, ഈ തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ മാത്രമല്ല. ആദ്യം 1488 സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ ഉൾപ്പെടെയുള്ളവർ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുമെന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത്. ഇന്നലെ വന്നതാകട്ടെ കോട്ടക്കൽ പഞ്ചായത്തിലെ 47-ാം വാർഡിലെ 42 പേരും 38 പേരും അനർഹരെന്ന വിവരം. അങ്ങനെയുമല്ല, അതിനും അപ്പുറത്തേക്ക് 10,000-ലേറെ പേർ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്ന വിവരമാണ് പൊതുവിൽ ഉള്ളത്. ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാലാണ് ആ വിവരം അറിയിച്ചത്. 10,000-ലേറെ പേർ ഇത്തരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു പരിശോധന വേണമെന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. അത് ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ജില്ലയിലോ മാത്രം ഒതുങ്ങുന്ന ഒരു പരിശോധനയാകില്ല. ഈ പട്ടിക പൊതുവിൽ 60 ലക്ഷത്തിലേറെ പേരാണ് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നത്. അതിൽ വലിയൊരു സംഖ്യ അനർഹരുണ്ട് എന്ന വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു പരിശോധന അതാകും ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാൻ പോകുന്ന തീരുമാനം. ചില കേസുകളിൽ മാത്രം വിജിലൻസ് അന്വേഷണം നടത്തിയതുകൊണ്ടും കാര്യമുണ്ടാകില്ല. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് ഇത് പോകാൻ തന്നെയാണ് സാധ്യത. ക്ഷേമ പെൻഷൻ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും അഭിമാനകരമായി അവർ പറയുന്ന ക്ഷേമ പദ്ധതിയാണ്. അതിൽ ഇത്രയധികം ക്രമക്കേട് ഉണ്ട് എന്നുള്ളത് വളരെ ഞെട്ടലോടെയാണ് സർക്കാരും
തിരിച്ചറിയുക. നേരത്തെയൊക്കെ പലപ്പോഴും ഈ ആഡംബര വീടുള്ളവരും വാഹനമുള്ളവരും ഒക്കെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് വിരലിലെണ്ണാവുന്നവർ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, വലിയ രീതിയിൽ ക്രമരഹിതമായ ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിന് ഉദ്യോഗസ്ഥരുടെ വലിയ പിന്തുണയുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെയും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരുടെയും ഈ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പങ്ക് ഇതിന് പിന്നിലുണ്ട്. അതിന് ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട് എന്ന സംശയമാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിശദമായ അന്വേഷണം ഉണ്ടാകാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ ചേരുന്ന യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലും തദ്ദേശ മന്ത്രി എം പി രാജേഷും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കാം. ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ഗുണഭോക്താക്കളുടെ പട്ടിക ഒരുപക്ഷെ പുനഃപരിശോധനയ്ക്കും സർക്കാർ തയ്യാറായേക്കും. വലിയ ഒരു വെല്ലുവിളിയാണത്. 60 ലക്ഷത്തിലധികം പേരുടെ പട്ടിക പുനഃപരിശോധിക്കുക അത്ര എളുപ്പമല്ല. രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ആളുകൾ പട്ടിക ഉൾപ്പെട്ടിട്ടുണ്ടാകാം. അത് ഇന്നലെ CPM അത്തരം ഒരു ചർച്ചയിൽ അവർ CPM നേതൃത്വം തിരിച്ചറിയുന്നു. അതായത് ചിലയിടത്തൊക്കെ ഈ പഞ്ചായത്ത് അംഗങ്ങളുടെയൊക്കെ നിർബന്ധപ്രകാരം ആളുകളെ ഉൾപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ വോട്ട് നിലനിർത്തലിൻ്റെ ഭാഗമായി ഒക്കെ അത്തരം രാഷ്ട്രീയ സമ്മർദ്ദം ഇതിന് പിന്നിലുണ്ടെന്ന പൊതുവിൽ അഭിപ്രായമുണ്ട്. എങ്കിൽ അത്തരം കാര്യങ്ങളും പരിശോധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സർക്കാരിന് വരാൻ പോകുന്ന വലിയൊരു വെല്ലുവിളിയായത് മാറും. അരുൺ, എന്തായാലും സർക്കാരിന് ഇതൊരു വെല്ലുവിളി തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ പേരുകൾ പുറത്തുവിടാത്തത് എന്ന ചോദ്യവും ഉയർന്നു വരുന്നത്. പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഒരാളുടെ പേര് പോലും പുറത്തുവിടാതെ ഇരിക്കുകയാണ് സർക്കാർ. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച കോട്ടയ്ക്കൽ നഗരസഭയിലെ അനർഹരുടെ പട്ടികയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അനർഹരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധന നടത്തുമെന്നും ആവശ്യമെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കുമെന്നുമാണ് ധനമന്ത്രിയുടെ വിശദീകരണം. പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു. അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റ ഇൻറ്റൻഷനുള്ള തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല. അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ വകുപ്പുകൾ നോക്കി പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് ആ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. മന്ത്രി ഇങ്ങനെ പറയുമ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഗസറ്റഡ് ഓഫീസർമാരടക്കം സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ആരാണ്? ഇവരുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? അനർഹർ ആരെന്ന് പൊതുജനം അറിയേണ്ടേ? തട്ടിപ്പ് പുറത്തു വന്ന് 3 ദിവസം പിന്നിടുമ്പോഴും പോലീസ് കേസെടുക്കാത്തതിന്റെ കാരണമെന്ത്? രാഷ്ട്രീയ താൽപര്യം ഇതിന് പിന്നിലുണ്ടോ? ചോദ്യങ്ങൾ ഉയരുമ്പോൾ കൃത്യമായ അന്വേഷണം കഴിയാതെ പേരുകൾ പുറത്തുവിടാനാവില്ലെന്ന വിശദീകരണമാണ് സർക്കാരിന്. എന്നാൽ പേരുവിവരങ്ങൾ പുറത്തുവിടാത്തത് പെൻഷൻ കൈപ്പറ്റുന്ന അർഹരായവരെ കൂടി സംശയനിഴലിൽ നിർത്തുന്നതാണെന്ന കാര്യത്തിൽ സർക്കാരിനും സംശയമുണ്ടാകാൻ ഇടയില്ല. അതിനിടെ BMW ഉടമ പോലും പെൻഷൻ വാങ്ങുന്ന കോട്ടക്കലിൽ നഗരസഭ തുടർ നടപടികളിലേക്ക് കടന്നു. അനർഹരെന്ന് 2021 ധനവകുപ്പ് കണ്ടെത്തിയ 61 പേരെ നേരിട്ട് കണ്ട് പരിശോധന നടത്തും. ഇക്കാര്യം ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. 63 18 പേരെ നേരത്തെ ക്ഷേമ പെൻഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. കോട്ടക്കലിൽ വിജിലൻസ് അന്വേഷണവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അന്വേഷണമില്ലാത്തതും ഇരട്ട നീതിയല്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു. പ്രതിപക്ഷവും വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ്. രാഷ്ട്രീയം നോക്കാതെ കർശന നടപടിയാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ സർക്കാർ രാഷ്ട്രീയമായിട്ട് കാണരുത്. ഞാൻ വളരെ ശക്തമായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെട്ടു. കാരണം ഇത്രയും മുന്തിയ വരുമാനമുള്ള ഒരു 1600 രൂപ കൈയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ആര് ചെയ്താലും XOR നടപടിയെടുക്കാൻ സർക്കാർ വൈകരുത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പെൻഷൻ മുടങ്ങുമ്പോഴാണ് അനർഹർ പെൻഷൻ കൈപ്പറ്റുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ആലപ്പുഴയിലെ CPM നേതാവായ ബിപിൻ സി ബാബു BJPയിൽ ചേർന്നു. ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗമാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ കൃഷ്ണപുരം ഡിവിഷനിൽ നിന്നുള്ള അംഗവുമാണ് ബിപിൻ സി ബാബു. 2021-23 കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. CPMന് മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടെന്നും ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് പാർട്ടി പോയെന്നുമാണ് ബിപിൻ സി ബാബുവിന്റെ പ്രതികരണം. CPM മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഗീയ ശക്തികളാണ് ഇതിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം പദ്ധതികൾ രാജ്യം ഭരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് BJPയിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. ജി സുധാകരൻ സാറിൻ്റെ അവസ്ഥ, അദ്ദേഹത്തിന് പോലും ഈ പാർട്ടിയിൽ ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത്. സുരേന്ദ്രനും മുതിർന്ന നേതാക്കളും ബിപിൻ സി ബാബുവിനെ BJPയിലേക്ക് സ്വാഗതം ചെയ്തു. അംഗത്വം നൽകുന്ന ചടങ്ങിൽ വിവിധ നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തു.
കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, ബിപിൻ സി ബാബുവിനെതിരെ നേരത്തെ പാർട്ടിയിൽ നടപടി ഉണ്ടായതാണ്, പിന്നീട് തിരിച്ച് ബ്രാഞ്ചിലേക്ക് വന്നയാളാണ്. ഇപ്പോൾ എന്താണ് ബിപിൻ സി ബാബു പാർട്ടി വിട്ട് BJP-യിൽ ചേരാനുണ്ടായ കാരണം? വിഭാഗീയത ശക്തമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇത്. മഞ്ജുഷ, വിഭാഗീയത മാത്രമല്ല, ബിപിൻ സി ബാബുവുമായി ബന്ധപ്പെട്ട ആദ്യ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഭാര്യയും പാർട്ടി മഹിളാ അസോസിയേഷൻ അംഗവുമായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അവരെ പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മർദ്ദിച്ചുവെന്ന് പാർട്ടിക്ക് പരാതി നൽകി. ഒപ്പം തന്നെ RSS ആളുകളുമായി ചേർന്നുള്ള ആഭിചാര കർമ്മങ്ങൾക്ക് പോയി എന്നടക്കമുള്ള വാർത്തകൾ ബിപിൻ സി ബാബുവുമായി ബന്ധപ്പെട്ട പരാതി പാർട്ടിക്ക് ലഭിച്ചിരുന്നു. തുടർന്നാണ് സസ്പെൻഷനിലേക്ക് ബിപിൻ സി ബാബു പോവുകയും പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി അംഗത്വത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ആ ഘട്ടത്തിൽ തന്നെയാണ് ബിപിൻ സി ബാബുവിന്റെ അമ്മയുമായി ബന്ധപ്പെട്ട് BDJS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഉള്ള ചിത്രങ്ങൾ സഹിതം പുറത്തു വരുന്നത്. അങ്ങനെ CPM-നുള്ളിൽ ബിപിൻ സി ബാബുവിന്റെ ഭാവി ഏകദേശം അവസാനിച്ച ഒരു ഘട്ടത്തിലാണ് BJP-യിലേക്കുള്ള ഒരു കൂറുമാറ്റം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടിയാണ് കായംകുളത്ത് CPM-ന് നേരിട്ടത്. അതായത് പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നും വോട്ട് ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന വലിയ ആക്ഷേപം ബിപിനുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇനി പാർട്ടി കൃത്യമായ ഒരു അച്ചടക്ക നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള സാഹചര്യം വന്ന ഘട്ടത്തിലും സമ്മേളന കാലയളവിൽ കൂടുതൽ പരിഗണിക്കപ്പെടാതെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങളും നിലനിൽക്കുന്നു. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ CPM-ലെ ഒരു ഭാവി അവസാനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നത്. കാരണം തുടർ സംഘടനാ നടപടികളടക്കം ബിപിന് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതെന്നാണ് ശ്രദ്ധേയം. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ CPM നേതാവായ ബിപിൻ സി ബാബു BJP-യിൽ ചേർന്നു. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിയിലെ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിളിലെ ജീവനക്കാരന്റെ ആത്മഹത്യയെ തുടർന്ന് പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. ട്രാക്കോ കേബിളിൽ ശമ്പളം മുടങ്ങിയിട്ട് 15 മാസമായെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ജീവനക്കാരനായ P ഉണ്ണിയാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ദുഃഖകരമാണെന്നും അതിന്റെ കാരണത്തെക്കുറിച്ച് അറിയില്ലെന്നുമാണ് വ്യവസായ മന്ത്രി P രാജീവിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസമാണ് കമ്പനിയിലെ CITU യൂണിയൻ ഭാരവാഹിയായ ഉണ്ണിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മകളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നതായും ഉണ്ണിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായും സഹപ്രവർത്തകർ പറയുന്നു. സാമ്പത്തികമായിട്ട് ഉണ്ണി വളരെ 15 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇതിൽ 11 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് സാലറി ഇട്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഡിപ്രഷനിലായിരുന്നു ശമ്പളം കിട്ടാത്തതിൻ്റെ. ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ യൂണിയൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ എല്ലാ യൂണിയൻ ആവശ്യപ്പെട്ടാണ് MD വാക്ക് വലിക്കാത്തതിൻ്റെ ഉണ്ണിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഉത്തരവാദി MD-ആണ്. MD അറസ്റ്റ് ചെയ്യണം. മാനേജ്മെന്റിന്റെ അലംഭാവമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ MD-നെ പോയി കണ്ടിരുന്നു. MD-നെ കണ്ടപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞതാണ്, കമ്പനിയിലെ തൊഴിലാളികൾ ആത്മഹത്യ വക്കീലാണ്, ആരെങ്കിലും ആത്മഹത്യ ചെയ്യും എന്ന് അദ്ദേഹത്തിന് ഇത് കൊടുത്ത സൂചന കൊടുത്താണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ യൂണിയൻ്റെ ഇതിൽ പോയി കണ്ടിരുന്നു MD-നെ. അന്ന് ഞാൻ ഈ MD എന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എന്ന് ഉള്ള രീതിയിൽ ഈ MD എന്നോട് സംസാരിച്ചാണ്. അത് നടക്കുകയുണ്ടായി. ഇപ്പോൾ മരണകാരണം അറിയില്ലെന്നും 245 കോടി രൂപയുടെ നഷ്ടമുള്ള ട്രാക്കോ കേബിളിനായി സർക്കാർ പല ആലോചനകളും നടത്തിയിരുന്നതായി മന്ത്രി P രാജീവ് പറഞ്ഞു. ഇൻഫോ പാർക്കിനായുള്ള സ്ഥലം കൈമാറ്റ പദ്ധതിക്കെതിരെ ജീവനക്കാർ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അത് എന്തായാലും ദുഃഖകരമായ ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ആർക്കും ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ പോയാലും നമുക്ക് അറിയാൻ കഴിയില്ല എൻ്റെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത്. ട്രാക്കോ കേബിള് ഗൗരവമായ പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനമാണ്. ഗവൺമെന്റിനും അത് നല്ല ധാരണയുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പോൾ PF അടച്ചിട്ടില്ലെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ വേറെ നമ്മൾ നോക്കേണ്ടതാണ്. ഉണ്ണിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് ശക്തമായ സമര പരിപാടികളിലേക്ക് നീങ്ങുകയാണ് ജീവനക്കാർ. ന്യൂസ് 18 കൊച്ചി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്ന് 4 മാസം തികയുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിന്ന ജനത ഇപ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ്. പുനരധിവാസം എങ്ങും എത്തിയിട്ടില്ല, ഇഴയുകയാണ്. എല്ലാ സഹായവും ഉറപ്പു നൽകിയ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരസ്പരം പഴിചാരുകയാണ്. ടൗൺഷിപ്പിന്റെ കാര്യത്തിലും ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. പ്രതികൂല സാഹചര്യമാണ് പുനരധിവാസത്തിന് ഇപ്പോൾ ഉള്ളത്. എങ്കിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ ഇപ്പോഴും. ദുരന്തത്തെ അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ജനങ്ങൾ നേരിടുന്നത് കടുത്ത മാനസിക സമ്മർദ്ദമാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടമായതും അതുവരെ സൂക്ഷിച്ചിരുന്നതെല്ലാം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായതും ഇവരുടെ ഉറക്കം കെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് ഇപ്പോഴും.
വൈഫിൻ്റെ ഞങ്ങൾ പറയുമ്പോൾ ഒരു വിഷമമാണ്. ചില രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും, ചില സമയത്തൊക്കെ ഒറ്റയ്ക്കായ പോലെ. ഉറങ്ങിയിട്ട് 126 ദിവസമായി. കാരണം ശരിക്കും ഒരു മണി ശരിക്കും ഒരു 1:30 ആയി കഴിഞ്ഞാൽ നെറ്റുണരും. പിന്നീട് ഞങ്ങൾ ഉറങ്ങാറില്ല. അതിനുവേണ്ടി ഞാൻ ഉറക്കഗുളിക കഴിക്കാറുണ്ട്. കാരണം ഞാനെന്നല്ല, ആ നാട്ടിലെ ഒരു 80% പേരും ഇതുപോലെയുള്ള ജീവിതത്തിലേക്ക്, ദുരന്ത ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉറക്കിലായിരുന്നു, അവനൊന്നും അറിഞ്ഞിട്ടില്ല. മോന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സലാം പറഞ്ഞ് കിടന്ന കുട്ടിയാണ്. രാവിലെ എണീച്ചപ്പോൾ കൂടെ ഇല്ല. അവനെ ഞാൻ ചേർത്ത് പിടിച്ചിരുന്നു, ടീഷർട്ടിൽ ചേർത്ത് മുറുക്ക പിടിച്ചിരുന്നു. അവനും വെള്ളം അടുത്തേക്ക് എത്തിയപ്പോൾ അവനെന്തോ ചെവിയിൽ അറിഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു ശബ്ദം ഉണ്ടെന്ന് അറിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ അടുത്തേക്ക് കടന്നു. അപ്പം ഞാനും അവൻ്റെ അടുത്തേക്ക് കടന്ന് അവൻ്റെ ടീഷർട്ട് മുറുക്ക പിടിച്ചു. പക്ഷെ വെള്ളം അങ്ങനെ കട്ടിലോടെ കൊണ്ടുപോയപ്പോൾ ഞാനും അങ്ങ് കമിഴ്ന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. ഉരുൾ എല്ലാം തുടച്ചെറിഞ്ഞ ആ രാത്രി നഷ്ടമായതാണ് ഈ നാടിൻ്റെ ഉറക്കം. ഇന്ന് ഇവർക്ക് ഉറങ്ങണമെങ്കിൽ മരുന്നുകളുടെ സഹായം വേണം. വേട്ടയാടുകയാണ് ഓർമ്മകൾ. പ്രിയപ്പെട്ടവരുടെ, പ്രിയങ്കരമായവയുടെ, സ്വന്തം വീടിൻ്റെ, നാടിൻ്റെ. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ദീർഘകാലത്തേക്ക് മാനസിക പിന്തുണ നൽകേണ്ടതുണ്ടെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. ആ ദുരന്തമുണ്ടായ സമയങ്ങളിലാണെങ്കിൽ നമ്മളെല്ലാവരും അവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടൊരു കരുതൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും തിരക്കുകളിലേക്ക് ആയിപ്പോയ സമയങ്ങളിൽ അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവാൻ പറ്റുന്നത്. എന്തായാലും കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ഇനിയും അവർക്കിടയിൽ ആവശ്യമുണ്ട്. നമ്മൾ കാണുന്നതിലും ആഴമുള്ളതാണ് ഈ ദുരന്തം ഇവരിൽ ഏൽപ്പിച്ച മുറിവ്. പുനരധിവാസം, ബാങ്ക് വായ്പ, തൊഴിൽ, ഉപജീവനം തുടങ്ങി നാളെ എന്തെന്നറിയാതെ നിൽക്കുകയാണ് ഈ നാട്. സർക്കാർ പൊള്ളയായ വാക്കുകൾ കൊണ്ട് ഇവരെ ചേർത്ത് പിടിക്കരുത്. അതിവർക്ക് താങ്ങാനാകില്ല. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഉരുൾപൊട്ടൽ നാശം വിധിച്ച കോഴിക്കോട് വിലങ്ങാട് ജനജീവിതം ഇപ്പോഴും സാധാരണ രീതിയിലേക്ക് ആയിട്ടില്ല. പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം ഇപ്പോഴും ശക്തമാണ്. അവഗണനയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. സമരത്തിന്റെ ഭാഗമായി വിലങ്ങാട് ടൗണിൽ വ്യാപാരികൾ 1 മണിക്കൂർ കടകളടച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ തമിഴ്നാട് തീരം തൊടും. പുതുച്ചേരിക്ക് സമീപമാണ് ചുഴലിക്കാറ്റ് കര തൊടുക എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കാറ്റിന് മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗമുണ്ടാകും. ചെന്നൈയിൽ നിന്നുള്ള 20 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അതീവ ജാഗ്രതയിലാണ് തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര സംസ്ഥാനങ്ങൾ. പ്രദേശങ്ങൾക്ക് കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ്. മുഖ്യമന്ത്രി സ്റ്റാലിൻ സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി. സുവി വിശ്വനാഥൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുവി, കനത്ത മഴ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇപ്പോൾ തമിഴ്നാട്ടിൽ? രാവിലെ മുതൽ തുടങ്ങിയതാണ് കനത്ത മഴ വലിയ തോതിലുള്ള ദുരിതമാണ് ചെന്നൈയിൽ ഉണ്ടാക്കുന്നത്. ചെന്നൈ മാത്രമല്ല, ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 8 ജില്ലകളിലും കനത്ത മഴയാണ് തുടരുന്നത്. കാഞ്ചീപുരം, വില്ലുപുരം, തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, കല്ലാക്കുറിച്ചി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കനത്ത മഴയാണ് തുടരുന്നത്. ചെന്നൈ നഗരത്തിൽ വെള്ളക്കെട്ട് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ചെന്നൈ വിമാനത്താവളം അടച്ചിടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യം 20 വിമാനങ്ങളാണ് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്തത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ ചെന്നൈ വിമാനത്താവളം അടച്ചിടുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ റെയിൽവേ ട്രാക്കിലേക്കും മറ്റും ചെന്നൈയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. താമ്പരം, താരമണി ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ശ്രീലങ്കയുടെ വടക്ക് ഭാഗത്ത് ഈ ഒരു ന്യൂനമർദ്ദം ഉണ്ടാവുകയും അത് തീവ്ര ന്യൂനമർദ്ദമാവുകയും ചെയ്തത്. തുടർന്ന് അത് ഇന്നലെ ഉച്ചയോടുകൂടി കനത്ത ചുഴലിക്കാറ്റായി മാറി. ഈ ചുഴലിക്കാറ്റ് ഇപ്പോൾ ചെന്നൈ തീരത്തേക്ക് അടുക്കുന്നു എന്ന വിവരങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ 190 കിലോമീറ്റർ മണിക്കൂറിൽ 190 കിലോമീറ്റർ എന്ന വേഗതയിലായിരുന്നു പുറപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 110 കിലോമീറ്റർ വേഗതയിലേക്ക് മാറിയിട്ടുണ്ട്. ചെന്നൈക്ക് സമീപമുള്ള പുതുച്ചേരിയിലായിരിക്കും ഈ ഒരു ഈ ഒരു തീരം തൊടുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടത്തോടു കൂടി ഇത് തീരം തൊടും എന്നാണ് അറിയിച്ചിരിക്കുന്നത്.
ഏതായാലും ചെന്നൈയുടെ തീരദേശ ജില്ലകളെല്ലാം തന്നെ അതീവ ജാഗ്രതയിലാണ്. 2000-ഓളം സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. 2000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന സാഹചര്യമാണുള്ളത്. ഈ ചെന്നൈയിൽ എത്തിയതിനു ശേഷം ഇതിൻ്റെ ഈ ഒരു തീവ്രത, ഈ ഒരു ചുഴലിക്കാറ്റിൻ്റെ ഒരു തീവ്രത കുറയും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആശങ്ക ആവശ്യമില്ല. ഈ വെള്ളക്കെട്ട് പോലെയുള്ള ദുരിതങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കാലാവസ്ഥാ വകുപ്പ് തന്നെ പറയുന്നത് ഈ ഒരു ചുഴലിക്കാറ്റിൻ്റെ ഒരു ദിശ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറാം എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുതുച്ചേരിയിലാണ് തൊടുക എന്ന് പറഞ്ഞാൽ പോലും ഈ ചെന്നൈയിലേക്ക് ഉൾപ്പെടെ ഇത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ചെന്നൈയിൽ തീരം തൊട്ടതിന് ശേഷം ഇത് ആന്ധ്ര തീരത്തേക്ക് നീങ്ങും. ഈ നെല്ലൂര്, തിരുപ്പതി ഉൾപ്പെടെയുള്ള ആന്ധ്രാപ്രദേശിന്റെ ജില്ലകളിൽ കനത്ത മഴയുണ്ട്. അവിടെയും ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ചുഴലിക്കാറ്റ് പോകുന്ന 2-ാം തീയതി കേരളത്തിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ അതീവ ജാഗ്രതയിൽ ചെന്നൈ നഗരവും തമിഴ്നാടും സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. ഫെഞ്ചാൽ ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടുകൂടി തീരം തൊടും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും എത്തി. കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ ഇരുവരും മുക്കത്ത് പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. മുക്കത്തെ പൊതുസമ്മേളന വേദിയിലേക്ക് പ്രിയങ്കയും രാഹുലും എത്തുന്ന ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് ഇത്. രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയ പ്രിയങ്കയെയും രാഹുലിനെയും കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ വോട്ടർമാരോട് നന്ദി പറയാൻ വയനാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സഞ്ചരിക്കാൻ പോവുകയാണ് പ്രിയങ്കയും രാഹുലും. ആദ്യ പൊതുസമ്മേളനം നടക്കുന്നത് കോഴിക്കോട് മുക്കത്താണ്. അതിനുശേഷം നിലമ്പൂർ മണ്ഡലത്തിലെ സമ്മേളനങ്ങളിൽ സംസാരിക്കുന്നതിനു വേണ്ടി പ്രിയങ്കയും രാഹുലും നിലമ്പൂരിലേക്ക് പോകും. ഇപ്പോൾ മുക്കത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മുരളീധരൻ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഷാളയണിച്ച് സ്വീകരിക്കുന്നു. സ്വാഗതം ആശംസിക്കാനായി CK കാസിമിനെ ക്ഷണിക്കുന്നു. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യ സമ്മേളനമാണ് കോഴിക്കോട് മുക്കത്ത് നടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പ്രിയങ്ക ഗാന്ധി വോട്ടർമാരോട് നന്ദി പ്രകാശിപ്പിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് വയനാട്ടിൽ. കൽപ്പറ്റയിൽ പ്രതിഷേധം അക്രമാസക്തമായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്, ജഷീർ പള്ളിവയർ തുടങ്ങിയവർ അടക്കം നിരവധി പ്രവർത്തകർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. അല്പസമയത്തിന് മുൻപായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റവും തുടർന്ന് ലാത്തിചാർജും ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൽപ്പറ്റയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കോട്ടയത്തെ പണിതീരാത്ത ആകാശപാത പൊളിച്ചു കളയണമെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പാലക്കാട് IITയും ചെന്നൈയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്ററുമാണ് ബലപരിശോധന നടത്തിയത്. തുരുമ്പെടുത്ത പൈപ്പുകൾ പൊളിച്ചു കളയണമെന്നാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം. അടിസ്ഥാന തൂണുകൾക്ക് മാത്രമാണ് ബലമുള്ളത്. അടിസ്ഥാന തൂണുകൾ ഒഴികെ മറ്റു തൂണുകൾക്ക് ബലക്ഷയമാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ രാഷ്ട്രീയ വിരോധം വെച്ച് ആകാശപാതയെ ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിർമ്മാണ കരാർ നൽകാത്തതിൽ ഉള്ള എതിർപ്പാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും ആകാശപാതയെ ഇല്ലാതാക്കിയത് സംസ്ഥാന സർക്കാരാണെന്നുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആക്ഷേപം. തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസ് ഉപരോധിച്ച് CPM. രേഖകൾ കൃത്യമായി സൂക്ഷിക്കാതെ അഴിമതിക്ക് കളമൊരുക്കുന്നു എന്നാരോപിച്ചായിരുന്നു ഉപരോധ സമരം. CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസ് ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തിരുന്നു. കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷനിലാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. ആധുനിക സംവിധാനങ്ങൾ ഓഫീസിലുണ്ടെങ്കിലും തണ്ടപ്പേര് രജിസ്റ്റർ ഉൾപ്പെടെ രേഖകൾ ഓൺലൈനിലേക്ക് പൂർണ്ണമായും മാറ്റിയിട്ടില്ല. ഡിജിറ്റലാക്കാൻ അവശേഷിക്കുന്ന രേഖകളുടെ വിവരം ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്നില്ലെന്ന് CPM ആരോപിക്കുന്നു. അവശ്യരേഖകൾക്ക് എത്തുന്നവരെയും വലയ്ക്കുന്നു. അഴിമതിക്ക് കളമൊരുക്കുന്നതിനാണ് ശ്രമമെന്ന് ആക്ഷേപവുമുണ്ട്. UDF ഭരണകാലത്ത് ഭൂമി തട്ടിപ്പ് നടന്ന വില്ലേജാണ് കടകംപള്ളി.
ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചില്ലെങ്കിൽ പഴയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പ്രതിഷേധിക്കുന്ന CPM നേതാക്കൾ പറയുന്നു. എൻ്റെ പേരിലിരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് നാളെ അത് താങ്കളുടെ പേരിലാക്കുന്ന ഒരു സ്ഥിതി വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കരമടയ്ക്കുന്ന റെസീറ്റിൻ്റെ കാര്യത്തിൽ തന്നെ നിരവധി ആളുകൾ ദിവസവും വന്ന് ഇവിടെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവരൊരു തുണ്ടെഴുതി കൊടുക്കും. 10, 15, 20 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. പക്ഷേ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിറ്റേന്ന് വരാൻ പറയും. ഇങ്ങനെ നിരവധി ദിവസം നടത്തി മാസങ്ങളായാലും അത് നടത്തി കൊടുക്കാതിരിക്കുകയും സ്ഥിതി. CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സർവ്വമത സമ്മേളനം വത്തിക്കാനിൽ തുടങ്ങി. ഫ്രാൻസിസ് മാർപ്പാപ്പ അല്പസമയത്തിനുള്ളിൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. കർദിനാൾ ലസാരു ഉദ്ഘാടനം ചെയ്യും. സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട്, കർണാടക സ്പീക്കർ UT ഖാദർ, ചാണ്ടിയുമ്മൻ MLA, ശിവഗിരി തീർത്ഥാടനം ചെയർമാൻ സ്വാമി വീരേശ്വരാനന്ദ തുടങ്ങിയവർ പ്രസംഗിക്കും. വത്തിക്കാനിൽ നിന്ന് ജോസ്മോൻ കമ്മിറ്റിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. ഞാനിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ്. ഇന്ന് വത്തിക്കാൻ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ആലുവായിൽ 100 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച ലോക സർവ്വമത സമ്മേളനത്തിന്റെ ശതാബ്ദിയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ആ അവസരത്തിലാണ് വർക്കല ശിവഗിരി മഠവും വത്തിക്കാനും സംയുക്തമായി നടത്തുന്ന ലോക സർവ്വമത സമ്മേളനം വത്തിക്കാനിൽ വെച്ച് നടത്തുന്നത്. ഇപ്പോൾ ഇറ്റാലിയൻ സമയം രാവിലെ 8 മണി. ഉടൻ തന്നെ നമ്മളെല്ലാവരും, നമ്മുടെ പ്രതിനിധികളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മുടെ പ്രതിനിധികളെല്ലാവരും മാർപ്പാപ്പയെ കാണുവാനായി ഇപ്പോൾ തന്നെ പേപ്പൽ പാലസിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം സർവ്വമത സമ്മേളനം നടക്കുകയാണ്. ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിൽ ഉരുവിട്ടുകൊണ്ടാണ് സർവ്വമത സമ്മേളനം ആരംഭിക്കുന്നത്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വത്തിക്കാനിൽ നിന്ന് ഹാമിൽട്ടൺ ജോസഫിനൊപ്പം ജോസ്മോൻ കമ്മിറ്റി. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഇന്നും ഭക്തജന തിരക്കാണ്. 12 മണിവരെ 41,385 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. ഇന്നലെ നടയടയ്ക്കും വരെ 80,984 പേരാണ് ദർശനം നടത്തിയത്. മരക്കൂട്ടം മുതൽ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അവധി ദിവസമായതുകൊണ്ട് തന്നെ ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ ഭക്തർക്ക് നിയന്ത്രണങ്ങളില്ലാതെ വരാൻ കഴിയുകയില്ല. മരക്കൂട്ടം വരെ നീണ്ടിരുന്ന വരി ഇപ്പോൾ ശരംകുത്തി വരെയായിട്ടുണ്ട്. അതായത് തിരക്ക് അല്പം കുറഞ്ഞതിൻ്റെ മാറ്റം അവിടെ നമുക്ക് പ്രകടമാണ്. പക്ഷേ ശരംകുത്തി മുതൽ കൃത്യമായ ഇടവേളകളിൽ മാത്രമാണ് തീർത്ഥാടകരെ ഇവിടേക്ക് കടത്തിവിടുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരമാവുന്നതോടെ സ്വാഭാവികമായിട്ടും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം 80,000-ന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്തെത്തിയിരുന്നു. അതിന് മുൻപത്തെ ദിവസവും 87,000-ന് മുകളിലായിരുന്നു. ഇന്നും അതേ അവസ്ഥ തന്നെയായിരിക്കുമെന്നാണ് കണക്കാക്കാനാവുന്നത്. സ്വാമി എവിടുന്നാ വരുന്നത്? എങ്ങനെ വരുന്നത്? எவ்வளோ நேரம் ஆச்சுங்க வெயிட் பண்ணுறது? 6 மணி நேரம். 6 மணி நேரம் ஆச்சு. Andhra Pradesh. Andhra. How much time you are waiting here? 7 hours. 7 hours above. தண்ணி எல்லாமே கிடைச்சதா? நல்லா கிடைச்சது. சூப்பர். అమలాపురం నుంచి వచ్చాం స్వామి, ఆంధ్రప్రదేశ్, పిఠాపురం ఎమ్మెల్యే గారి తాలూకా. స్వామి ఆంధ్రప్రదేశ్ నుంచి వచ్చాం మేము. 9 మెంబర్స్ వచ్చాం. 9 మెంబర్స్ వచ్చాం స్వామి. 9 hours. ఆంధ్రప్రదేశ్ అమలాపురం. You started from morning. పిఠాపురం ఎమ్మెల్యే గారి తాలూకా పవన్ కళ్యాణ్. ഇവരെല്ലാം തന്നെ ഇന്ന് രാവിലെ പമ്പയിൽ നിന്നും യാത്ര തുടങ്ങിയവരാണ്. ഉച്ചയോടടുത്തിട്ടും ഇവർക്ക് ശ്രീകോവിലിനടുത്ത് എത്താനേ കഴിഞ്ഞിട്ടുള്ളൂ. അത്രമാത്രം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് 6-7 മണിക്കൂർ കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ് സന്നിധാനത്തുള്ളത്. ഞായറാഴ്ച ആയതിനാൽ നാളെയും സമാനമായ ഒരു തിരക്കുണ്ടാകും. വൈകുന്നേരത്ത് ധാരാളം തീർത്ഥാടകർ എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്ത് ഉള്ളത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടില്ലെന്ന് ഉറപ്പായതോടെ വകുപ്പ് വിഭജനത്തിൽ ഉപാധി വെച്ചിരിക്കുകയാണ് ഷിൻഡെ ശിവസേന. ആഭ്യന്തര വകുപ്പ് വേണമെന്നാണ് സേനയുടെ ആവശ്യം. ധനകാര്യ വകുപ്പും സ്പീക്കർ പദവിയും ശിവസേന ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ BJP മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് സേനയ്ക്കുള്ളത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്ന നിലപാടിലാണ് ശിവസേന.
ഇന്നലെ ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ഏക്നാഥ് ഷിൻഡെ ഇതുവരെ മുംബൈയിൽ മടങ്ങിയെത്തിയിട്ടില്ല. ഇതോടെ സർക്കാർ രൂപീകരണം വൈകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഷിൻഡെയെ അനുനയിപ്പിക്കാനുള്ള നീക്കം BJPയിൽ തുടരുന്നുമുണ്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7140, പവന് 57,120. 18 ക്യാരറ്റ് ഗ്രാമിന് 5910, പവന് 47,280. വെള്ളി ഗ്രാമിന് 97, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം.